നമസ്കാരം. 559 വർഷങ്ങൾക്ക് ശേഷം 7 നവപഞ്ചമ രാജയോഗമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴം കേതു, ചൊവ്വ ശനി, ചൊവ്വ ശുക്രൻ, ബുധൻ വ്യാഴം, ചന്ദ്രൻ രാഹു എന്നീ ഗ്രഹങ്ങളാണ് നവപഞ്ചമ യോഗം സൃഷ്ടിച്ചിരിക്കുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ, മികച്ചതായ ഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുന്ന സമയം തന്നെയാകുന്നു. പ്രധാനമായും ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരുക. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്തെല്ലാം ഭാഗ്യ നേട്ടങ്ങളാണ് ഇവരെ തേടിയെത്തുക എന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. നവപഞ്ചമയോഗം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ഇവർക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും രാശിയുടെ അധിപൻ ചൊവ്വ ആയതിനാൽ തന്നെ 3-ാം ഭാവത്തിലാണ് യോഗം രൂപം കൊള്ളുന്നത്. മാത്രമല്ല ശനി, ശുക്രൻ എന്നിവരുടെ സംയോജനമാണ് എപ്പോഴും നവപഞ്ചമയോഗം ഇവരിൽ സൃഷ്ടിക്കുന്നത്. അതിന്റെ ഫലമായി സാമ്പത്തിക കാര്യങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരാം. അനുകൂലമായ പല കാര്യങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സമ്പാദിക്കാനുള്ള സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരാവുന്നതാണ്. സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ പല കാര്യങ്ങളെയും ആകർഷിക്കുവാൻ സാധിക്കും. സമ്പത്ത് കൂടാതെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. സമ്മർദ്ദങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ അത്തരത്തിൽ അനുഭവിക്കുന്നതായ സമ്മർദ്ദങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ദേഷ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്ന് ചേരുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ ആ ദേഷ്യം നിയന്ത്രിക്കുവാൻ ഇവർക്ക് സാധിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രധാനമായും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. അത് ജോലി സംബന്ധമോ ബിസിനസ് പരമോ ആകാം. തൊഴിലിടത്ത് അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായ പല മാറ്റങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം തെറ്റിദ്ധാരണകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമയോഗം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഇവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായി മാറ്റും എന്നതാണ്. കാരണം ഇവർക്ക് പല രീതിയിലുള്ള അത്ഭുതകരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എടുക്കുന്നതായ പല തീരുമാനങ്ങളും ശുഭകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. വളരെയധികം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തികപരമായി പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും എന്നതാണ് വാസ്തവം. ബിസിനസ് പരമായ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. ഏറ്റവും മികച്ചതായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ കാര്യത്തിൽ സംശയം വേണ്ട. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളായി മാറും. ബിസിനസ് പരവും തൊഴിൽപരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ലാഭം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു.
പല പദ്ധതികളും നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ. അത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. സന്തോഷകരമായി പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നവരാണ് എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം എടുത്തുചാട്ടം, മുൻകോപം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെറിയ തർക്കങ്ങൾ വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ അവസരങ്ങൾ അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശുഭകരവും അപ്രതീക്ഷിതവുമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായി മികച്ച മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തകൾ അനിവാര്യമാണ് എന്ന കാര്യം വ്യക്തമായി ബോധ്യപ്പെടുന്നതാകുന്നു. അതിനാൽ എടുത്തുചാട്ടം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യതയോടെ എടുക്കുവാനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പല കാര്യങ്ങളും പലപ്പോഴും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകാത്തതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുവാൻ അല്ലെങ്കിൽ കൈപ്പിടിയിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആഡംബര വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും. എങ്കിലും സാധ്യതകൾ അല്പം കുറവാകുന്നു. കൂടാതെ നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവം നടത്തുന്നതിനാൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലായി ഭവിക്കാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. അനുകൂലമായ മാറ്റങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. തെറ്റിദ്ധാരണകൾ പലതും നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ കടന്നു വരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ഭാഗ്യം അനുകൂലമാകുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.